അപ്പൊ രണ്ടുപേരും തന്നെ പുകഴ്ത്തി പറഞ്ഞ കണ്ടപ്പോ അയാൾ പെട്ടെന്ന് കൈ അഴിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്കിന്ന് സുന്നത്ത് നോമ്പും കൂടെ എനിക്ക് നോമ്പും ഉണ്ടെന്ന്. അപ്പൊ രണ്ടുപേര് തന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോ തനിക്കുള്ള ഗുണങ്ങളൊക്കെ പുറത്തോട്ട് ഛർദിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അല്ലേ സഹോദരങ്ങൾ? നമ്മൾ എവിടെ പോയാലും നമ്മൾ വലുതാകണമെന്നുള്ള ചിന്തയാണ്. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു? ഞാൻ ഒരു അടിമയാണ് എന്ന് പറയുന്നതാണ് റസൂലിന് ഏറ്റവും വലിയ ഇഷ്ടം. ആ വാക്ക് അല്ലാഹു തആല ഖുർആൻ കൊടുത്തപ്പോ പറഞ്ഞ വാക്ക്, ഇസ്രാ മിഅ്റാജ് കൊടുത്തപ്പോ പറഞ്ഞ വാക്ക്, അതേ വേഡിൽ ഒരു മാറ്റവും വരുത്താതെ അല്ലാഹു തആല പാപം ചെയ്യുന്ന നമ്മളെ പറ്റിയും വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നബിതങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഖുർആനും ഇസ്രാ മിഅ്റാജുമാണ്. ഈ ഇസ്രാ മിഅ്റാജും ഖുർആനും അല്ലാഹ് കൊടുക്കുമ്പോൾ അത് ഖുർആനിലൂടെ പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ടാകണം. നമ്മളിപ്പോ 50 കൊല്ലം ജോലി നോക്കി അദ്ദേഹത്തിന് നമ്മൾ എന്തെല്ലാം പറഞ്ഞു. അദ്ദേഹം 50 കൊല്ലം നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു, ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അല്ലാതെ അയാൾ 50 കൊല്ലം ജോലി നോക്കി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ല. അപ്പൊ അദ്ദേഹത്തിന് മഹത്വം കൊടുത്തപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ സദസ്സിൽ വെച്ച് സംബോധന ചെയ്യാൻ പറ്റിയ സഭ്യതയുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ അനുമോദിച്ചത്. ഇതുപോലെ ഖുർആനും ഇസ്രാ മിഅ്റാജും അല്ലാഹ് കൊടുക്കുമ്പോൾ അല്ലാഹു തആല ഏത് വാക്കുകൊണ്ട് പറയണം? നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കുകൊണ്ട് പറയണം. ആ ഇഷ്ടപ്പെട്ട വാക്ക് അബ്ദാണ്. ആ വാക്ക് കൊണ്ട് തന്നെയാണ് വെള്ളം അടിച്ചവനെ അല്ലാഹ് വിളിച്ചത്. ആ വാക്കുകൊണ്ടാണ് അല്ലാഹു തആല പലിശ വാങ്ങുന്നവനെയും വിളിച്ചത്. ആ വാക്കുകൊണ്ടാണ് അല്ലാഹു തആല സീരിയൽ കാണുന്ന പെണ്ണിനെയും അല്ലാഹ് വിളിച്ചത്. എന്താ? യാ ഇബാദി, എന്റെ ദാസന്മാരെ, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ ഔദാര്യത്തോട് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഞാൻ അത്ര കഠിന ഹൃദയനൊന്നുമല്ല. എന്റെ മുമ്പിൽ വന്നിട്ട് യാചിക്കുന്ന ഒരാളെ കൈതട്ടിക്കളയാൻ ഞാൻ ആളല്ല. ദുനിയാവിൽ ഒരു പ്രതി തെറ്റു ചെയ്താൽ, കുറ്റം സമ്മതിച്ചാൽ അവന് ശിക്ഷ ഉറപ്പാണ്, ഇല്ലേ? ഒരാളെ കുത്തിമലത്തിട്ട് കത്തിയും കൊണ്ട് കോടതി ചെന്നിട്ട് പറയുന്നു ഞാൻ അവനെ കുത്തിയെന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ പിടിച്ച് സെല്ലിലടക്കുകയാണ്. അതേസമയം റബ്ബിന്റെ മുമ്പിൽ ഒരാൾ തെറ്റേറ്റു പറഞ്ഞാൽ അവന് രക്ഷ ഉറപ്പാണ്. അതാണ് അള്ളാഹുവും കുട്ടിത്തമ്പുരാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. രാജ്യത്തെ അല്ലെങ്കിൽ ഈ കോടതി ഇരിക്കുന്ന ആളുകൾ, ഞാൻ കോടതിയെ കുറ്റം പറയുന്നല്ല, കുറ്റം പറയേണ്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു പെണ്ണിന് 4 കെട്ടിയവനായ എന്താ കുഴപ്പമൊന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കറിയോ പാഞ്ചാലിയുടെ കഥ? ഇന്നലെ ശബ്ദം കേട്ട ഹൈന്ദവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മഹാഭാരതത്തിലെ രാമായണത്തിലൊക്കെ കഥ പറയുന്നുണ്ട്. എന്ത് കഥയാണ്? പഞ്ചപാണ്ഡവന്മാരെ സ്വീകരിച്ച പാഞ്ചാലി എന്ന് പറയുന്ന പെണ്ണിന്റെ കഥ പറയുന്നുണ്ട് രാമായണത്തിൽ. എന്താണ്? ആ പെണ്ണ് 5 ഭർത്താക്കന്മാരെ സ്വീകരിച്ചു, പഞ്ചപാണ്ഡവന്മാരെ. അവൾക്ക് പേരിട്ടു പാഞ്ചാലി. പക്ഷെ ഒരു നിബന്ധന വെച്ചു. ഒരു ഭർത്താവിനോട് പറഞ്ഞു 12 വർഷം എന്റെ അടുത്ത്, 12 മാസം എന്റെ അടുത്ത് വരാൻ പാടില്ല, 2.5 മാസം എന്റെ അടുത്ത് കഴിയണം. അടുത്ത ഭർത്താവിന്റെ പറഞ്ഞു 2.5 മാസം എന്റെ കൂടെ കഴിയണം. അങ്ങനെ ഓഹരി ചെയ്തു കൊടുത്തു. പക്ഷേ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ഭർത്താവുമൊത്ത് ശയന റൂമിൽ കിടക്കുമ്പോൾ അർജുനൻ എന്ന മറ്റൊരു ഭർത്താവ് കയറി വന്നു, നിയമം തെറ്റിച്ചു. പാഞ്ചാലി അർജുനോട് പറഞ്ഞു ഇതിന് നിനക്ക് ശിക്ഷയില്ലാതെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് 12 വർഷം നീ വനവാസത്തിന് പൊക്കോളാൻ പറഞ്ഞു. 12 വർഷം വനവാസത്തിന് പൊക്കോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ പറയട്ടെ, ഹൈന്ദവ സഹോദരനെ ശബ്ദം ശ്രവിക്കുകയാണല്ലോ, അവര് ശബ്ദം ശ്രവിക്കുകയാണല്ലോ. ഒരു പെണ്ണിന് 1-ലധികം ഭർത്താക്കന്മാരുണ്ടായി പോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കാട്ടിൽ കയറി മൃഗങ്ങൾ പിടിച്ച് നമ്മളെ തിന്നുകളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന് വിവരമുള്ള ആലിമീങ്ങളുടെ അടുത്ത് ചോദിക്കണം. അതിനാ പണ്ഡിതന്മാരുള്ളത്. ഒരു നാട്ടിൽ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ എന്താണോ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, നമുക്ക് ഇപ്പൊ വേണ്ടത് എന്താണ്? ഞാനിപ്പോ വലിയൊരു പ്രസംഗം അങ്ങോട്ട് നടത്തിയിട്ട് ഞാൻ നിങ്ങളെ കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട സാമാന്യ ബോധം, സാമാന്യ വിവരം, സാമാന്യ മര്യാദ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ടൈം നോക്കുന്നു, നിങ്ങൾ കോട്ടുവാ വിടുന്നു, ഉറങ്ങിത്തട്ടുന്നു, ഇങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ ഇവിടെ നിന്ന് ആയത്തോതിക്കൊണ്ടിരിക്കലല്ല. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, അപ്പോഴുള്ള ഞാൻ പഠിക്കേണ്ട ഏറ്റവും വലിയ ഇൽമെന്ന് പറഞ്ഞാൽ പ്രസംഗം നിർത്തുക, നിങ്ങളെ പറഞ്ഞു വിടുക. അതല്ലേ വേണ്ടത്. സാമാന്യ ബോധം നമുക്ക് ഉണ്ടാകണം, ഒരു മര്യാദ നമുക്ക് ഉണ്ടാകണം. അതല്ലേ നമുക്ക് വേണ്ടത്. ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരാളെ പറ്റി ഉദാഹരണം പറയുന്നുണ്ട്. ഈ കടത്തു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഒരാള്, അയാള് വള്ളത്തിൽ കയറി, ഇങ്ങനെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു കള്ളി മുണ്ടൊക്കെ എടുത്ത്, ഒരു ബനീനൊക്കെ ഇട്ട്, ഒരു തോർത്ത് തലയിൽ കെട്ടിയിട്ട്, ഒരു മുറി ബീഡിയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോവാൻ. അപ്പൊ സൂട്ടും കോട്ടൊക്കെ ഇട്ട വലിയ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാള് ഇതിനകത്ത് കയറിയിട്ട് കുറെ ദൂരം അങ്ങോട്ട് ചെന്നപ്പോ എവന്റെ ഈ ലുക്ക് കണ്ടപ്പോ, എവന്റെ ഈ കോലം കണ്ടപ്പോ ഈ കയറിയ ഉദ്യോഗസ്ഥൻ ചോദിച്ചു,
നിങ്ങൾക്ക് ബയോളജി അറിയൂ? അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടപ്പെട്ടിരിക്കാൻ. അയാൾ പറഞ്ഞു ബാക്കി മുക്കാലുണ്ടല്ലോ, ഞാൻ എങ്ങനെയും തുഴഞ്ഞ് ജീവിച്ചോളാം, ഒന്ന് മിണ്ടാതിരുന്നാ മതി. പകുതി എത്തി, കുറെ അങ്ങ് ചെന്നു. ആ സമയത്ത് വീണ്ടും ഇയാളുടെ ഈ ലുക്ക് കണ്ടിട്ട് ഇയാൾക്ക് രസിക്കുന്നില്ല. ഇയാൾ ചോദിച്ചു നിങ്ങൾക്ക് ആസ്ട്രോളജി അറിയോ? അയാൾ പറഞ്ഞു അറിഞ്ഞൂടാ. ജീവിതത്തിന്റെ പകുതിയും പോയിരിക്കാൻ. അയാൾ പറഞ്ഞു ബാക്കി പകുതി ഉണ്ടല്ലോ, ഞാൻ സന്തോഷത്തോടെ ജീവിച്ചോളാം. അങ്ങനെ ഓരോ ഓളജികളെ പറ്റി ചോദിച്ചപ്പോ അയാൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഇതിനിടയിൽ വലിയ കാറ്റടിച്ചു, വലിയ കാറ്റ്, കൊടുങ്കാറ്റടിച്ചു. ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ടൈ പിടിക്കും, പെട്ടെന്ന് ബാഗിൽ പിടിക്കും, പെട്ടെന്ന് മൊബൈലിൽ പിടിക്കും, പെട്ടെന്ന് അയാൾ വള്ളത്തിൽ പിടിക്കും. ആകെ ഒരു വെപ്രാളം. ഒരു കൂസലും ഇല്ലാതെ തുഴഞ്ഞുകൊണ്ട് നിൽക്കുന്നയാള്. അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അയാൾ ചോദിച്ചു നിനക്ക് നീന്തോളജി അറിയോ? അയാൾ ഞാൻ അറിഞ്ഞൂടാ. എന്നാ ജീവിതത്തിന്റെ മുഴുവൻ ഇപ്പൊ അങ്ങ് പോവാ, രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കാവശ്യം സാമാന്യ വിവരമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹു വിളിക്കുകയാണ് എന്റെ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ. അള്ളാഹു ഇത്ര മനോഹരമായിട്ട് വിളിക്കുന്ന വേറെ ഏത് വാക്കാണ്? അള്ളാഹു തെറ്റ് ചെയ്യുന്നവരെയും വിളിച്ചു യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ മക്കളെ. എങ്ങനെയാണോ ആ രീതിയിൽ അള്ളാഹ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ പാപം പുറത്തു തരാം, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണെന്നറിയോ? എന്താ നിബന്ധന? ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കുക, പിന്നെ ചെയ്യരുത്. രണ്ട്, ചെയ്തതിൽ ഒരു ഖേദം നമുക്കുണ്ടാവുക, പടച്ചോനെ ചെയ്തു പോയല്ലോ. മൂന്ന്, ഇനി മേല തിരിച്ചാ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക. ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. ഇനി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ മൂന്നിനോടൊപ്പം തന്നെ ഒന്നുകൂടെ ഉണ്ട്. ജനങ്ങളെ വാതോരാതെ പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, അവനെ കുഴപ്പത്തിൽ ചാടിച്ചു, അവനെ ചീത്ത വിളിച്ചു, അവനെ മർദ്ദിച്ചു, അവന്റെ അതിര് തോണ്ടി, അവന്റെ പൈസ അടിച്ചു മാറ്റി, അവനെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചിട്ട് നേരെ റബ്ബിന്റെ മുമ്പിൽ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് അല്ലാ 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 എന്ന് വിളിച്ചാ പടച്ചോൻ പുറത്തു വരൂല. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ വീട്ടിൽ പോയി ആദ്യം അവനോട് പൊരുത്തം ചോദിച്ച് അവൻ നിനക്ക് മാപ്പ് തന്നാൽ അല്ല പുറത്തു വരും. കേൾക്കണോ? ഒരു അമുസ്ലിം സഹോദരൻ തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണ്. നിന്റെ വീടിന്റെ ബാത്റൂമിന്റെ വെള്ളം എല്ലാം കൂടെ അവന്റെ മണ്ടയ്ക്ക്, അവൻ ഹിന്ദു അല്ലേ, കിടക്കട്ടെ എന്ന് പറഞ്ഞ് അടിച്ചങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് നീ പള്ളിയിൽ പോയിരുന്ന് ഇങ്ങനെ തസ്ബീഹായിട്ട് മറിച്ച് നടക്കുകയാൻ. പൊന്നു മോനെ, നിന്റെ തസ്ബീഹ് കളഞ്ഞിട്ട് നീ ആദ്യം പോയിട്ട് ആ വെള്ളം തിരിച്ചു വിട്ടിട്ട് അവനടുത്ത് പൊരുത്തം ചോദിക്ക്. സംഭവിച്ചു പോയി. അവിടെ ഇസ്ലാം ഒരിക്കലും മതത്തിന്റെ അതിർവരമ്പുകൾ അവിടെ വരച്ചു കാണിച്ചിട്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും പരലോകം ഉണ്ടെന്നല്ലേ വിശ്വസിക്കുക, അല്ലേ? നമ്മൾ മാത്രമാണോ? ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടോ? ഉണ്ടോ? ക്രിസ്ത്യൻ പള്ളിയുണ്ടോ? ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്. ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് മാത്രമാണോ സ്വർഗമുള്ളത്? നമുക്ക് മാത്രമാണോ? അല്ല. നമ്മൾ മാത്രമല്ല സ്വർഗത്തിൽ വിശ്വസിക്കുക. അമുസ്ലിം സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ നിങ്ങൾ നോക്ക്, അവരൊക്കെ പറയുന്നത് എന്താണ്? ഞായറാഴ്ചകളില് ക്രിസ്ത്യാനികള് പള്ളിയിലെ ഫാദറിന്റെ മുമ്പിൽ, വികാരി അച്ഛന്റെ മുമ്പിൽ ചെന്ന് കുരിശുമാല അണിഞ്ഞിട്ട് അവര് കുമ്പസാരം നടത്തിയിട്ട് അവര് പറയുന്നത് എന്താണ്? അവര് പ്രാർത്ഥിക്കുന്നത് എന്താണ്? പരലോകമുണ്ടെന്നല്ലേ അവര് പ്രാർത്ഥിക്കുന്നത്. അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ എന്താണ്? എൻ സ്വദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ ഒരുവൻ പടവിലുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. എല്ലാം കണ്ടുകൊണ്ടൊരു ദൈവം ഇരിപ്പുണ്ട്. ഇവിടെയല്ല എന്റെ ജീവിതം, അവിടെയാണ്. പ്രാർത്ഥന നമുക്ക് മാത്രമല്ല, അവരും പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. അവര് പറയുന്നതാണ്. അവര് പ്രാർത്ഥിക്കുന്നു. അവർക്കും പ്രാർത്ഥനയുണ്ട്, നമുക്കും പ്രാർത്ഥനയുണ്ട്. സ്വർഗം അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. അവര് പറയും കേൾക്കണേ എന്റെ പ്രാർത്ഥന, നൽകണേ യാചന. അവര് പറയും ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ പ്രാർത്ഥന, യാചന ഒന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അവര് ദുആ ചെയ്യുമ്പോൾ നമ്മളും ദുആരക്കുന്നു. ഹൈന്ദവര് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓം സദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. എന്താ ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കല്ലേ?
ഓം അസദോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതം ഗമയ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓംകാര പ്രാർത്ഥന. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു നിർത്തണേ ഈശ്വര. അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു നിർത്തണേ ഈശ്വര. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൈപിടിച്ചു രക്ഷിക്ക് ഈശ്വര എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ ഓംകാര പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്ന് കാണുക ദിനം കാത്തു പാത്തിടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കാൻ. നമ്മളാണെങ്കിലോ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്ക്, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്, ഞങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാ. എല്ലാ മതങ്ങളും പറയുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും രക്തം ചുവപ്പ് തന്നെയാണ്, എല്ലാവരുടെയും നാവ് തന്നെയാണ് രുചി അറിയിക്കുന്നത്, എല്ലാവരുടെയും കണ്ണ് തന്നെയാണ് കാഴ്ച അറിയിക്കുന്നത്, എല്ലാവരുടെയും ശ്രവണപുടങ്ങൾ തന്നെയാണ് കേൾവി അറിയിക്കുന്നത്, എല്ലാവരുടെയും ശരീരത്തിന്റെ തൊലി തന്നെയാണ് സ്പർശനശേഷി അറിയിക്കുന്നത്. പിന്നെ എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ വിശ്വാസം? ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി, ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി, ചിലർ വിശ്വസിക്കുന്നു ഇന്നതാണ് ശരി. എന്തിനാണ് തമ്മിലടിക്കുന്നത്? മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കാനാണ്, അടിപ്പിക്കാനല്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം കണ്ണൂർ ജില്ലയാണ് എന്തു പറഞ്ഞാലും പേടിക്കേണ്ട ജില്ലയാണ്. പക്ഷേ ഞാൻ ഈ നാടിനെ പറ്റി മുഴുവനായിട്ടൊന്ന് പഠിച്ചു. ഈ നാട്ടിൽ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും സന്തോഷത്തോടെ കഴിയാൻ അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം വീണുപോയാൽ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഒരു മുസ്ലിം തളർന്നു വീണാൽ അമ്പലത്തിൽ പോകുന്നവന് വണ്ടി എടുത്തുകൊണ്ടിട്ട് പോകണം. അമ്പലത്തിൽ പോയിട്ട് വരുന്നവന് മറിഞ്ഞു വീണാൽ ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ രക്ഷപ്പെടുത്തണം. അങ്ങനെയാണ് മനുഷ്യന്. പിന്നെ പരലോകത്ത് ഇവിടെ എല്ലാവർക്കും ഒരുപോലെ, പരലോകത്ത് നല്ലതാര് ചെയ്തു അവരവരുടെ വിശ്വാസം അവരവരുടെ രക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം പറയുന്നു ഇസ്ലാമാണ് ശരിയെന്ന്. കാരണം അള്ളാഹുവിന്റെ ആയത്തുകളും ഹദീസുകളും റസൂലുള്ളാഹിന്റെ ഹദീസുകളും മുൻനിർത്തിയിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് പറയാനുള്ളത്, തമ്മിലടിക്കാതെ ഈ ഒരു മതേതരത്വം, ഈ ഒരു പരസ്പരമുള്ള സാഹോദര്യം അത് നിലനിർത്തണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ പകർന്നു കൊടുത്ത് നാളെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദമായി കാങ്കോൽ എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമം മാറി ഈ ജില്ലക്ക് തന്നെ ഒരു വലിയ നഷ്ടപ്പെട്ടു പോയ പേരുദോഷത്തിന്റെ ഒരു പേര് തിരിച്ചുവരവിനുള്ള ഒരു രംഗം നമ്മളാൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, ഈ വലിയൊരു മഹാൻ മരിക്കാൻ കിടക്കുകയാണ്. ഞാൻ ചുരുക്കുന്നു, സമയം ഇനി 5 മിനിറ്റ് പ്രസംഗത്തിന് എനിക്കുള്ളൂ. മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് അന്നത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ വേണ്ടി പോയി. ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ ഹാലിലാ. ആ സമയത്ത് ആ നാട്ടിലെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണാൻ ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സക്കറാത്തിന്റെ ഹാലിലാ കിടക്കുന്നത്. ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ ഖലീഫയല്ലേ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്നു മസ്ഊദ്, നിങ്ങൾ മരിക്കാൻ കിടക്കുകയല്ലേ? വല്ല ആഗ്രഹവും നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ സമയത്ത് ഇബ്നു മസ്ഊദ് പറഞ്ഞെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന ഇബ്നു മസ്ഊദിന്റെ ആഗ്രഹം പറയുകയാ, ഇന്ന് മക്കളുടെ മുമ്പിൽ, മരുമക്കളുടെ മുമ്പിൽ, പേരക്കുട്ടികളുടെ മുമ്പിൽ, അരിയമ്മാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, തറവാട്ടിൽ കിടക്കുന്ന ഉപ്പാ മരണവുമായി ബന്ധപ്പെട്ട് കാലുകാലോട് മുട്ടിയുരുമുമ്പോ, കണ്ണിനോട് സലാ പറയുമ്പോ, ഈ ലോകത്തുള്ള ജീവിതം പൂർത്തിയാക്കിയിട്ട് പരലോകത്തിന്റെ പ്രഥമ കവാടമായ ഖബറിലോട്ട് പോകോ നീ തയ്യാറെടുത്ത് കിടക്കുമ്പോ നിന്നോട് ചോദിക്കുകയാണ്, എന്താഗ്രഹമാ നിനക്കുള്ളതെന്ന് ചോദിച്ചാ നിന്റെ തൊണ്ടക്കൊടികൾ ആത്മാവെത്തുമ്പോൾ നിനക്കെന്ത് പറയാനാ പെങ്ങളെ, എന്ത് പറയാനാ? ഇവിടെ ഇബ്നു മസ്ഊദിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുമ്പോ ഇബ്നു മസ്ഊദ് പറയും, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ കാരുണ്യമാ.
പടച്ചോന കാരുണ്യമാണ്, എന്റെ നാടന്റെ ആ കാരുണ്യമാണ് ഞാൻ കൊതിക്കുന്നത്. ചോദിച്ചു രണ്ടാമത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ, എന്തെങ്കിലും പരിഭവമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ആ സമയത്ത് ഇബ്നു മസ്ഊദിന്റെ മറുപടി എന്തെന്നറിയോ? ഉണ്ട് ഉസ്മാൻ തങ്ങളെ, എനിക്കൊരേ ഒരു ദുഃഖമേ ഉള്ളൂ. എന്ത് ദുഃഖമാണ്? ഉസ്മാൻ തങ്ങളോട് പറയുകയാണ്, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാ, കണ്ണുനീരുട്ടുള്ളികളെ ചാലറ്റ് കവിൾത്തടത്തിലൂടെ ഒഴുകുകയാ. ഇബ്നു മസ്ഊദ് പറയുന്നു, ഉസ്മാൻ തങ്ങളെ, എന്റെ ദുഃഖം എനിക്ക് ഒരേ ഒരു വിഷയത്തിലേ ഉള്ളൂ. അത് ചെയ്തു പോയ പാപങ്ങളില്, ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ എന്റെ കബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് ഞാൻ വല്ലാതെ പേടിക്കുകയാണ്. ആ സമയത്ത് ഉസ്മാൻ തങ്ങളുടെ കീശയിൽ കിടന്ന കുറച്ച് സ്വർണ്ണാഭരണം എടുത്ത് ഇബ്നു മസ്ഊദിന്റെ നേരെ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഇന്നേ വരെ ബൈത്തുൽ മാലിൽ നിന്ന് ഒന്നും പറ്റിയില്ലല്ലോ, നിങ്ങളൊന്നും ഇന്നേ വരെ സ്വീകരിച്ചില്ലല്ലോ, ഇന്ന് വരെ ഒരു നയാ പൈസ പോലും നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് പറയുകയാണ്, തൊണ്ട പൊട്ടിപ്പിടിച്ച് കഴുത്ത് പൊട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ആത്മാവ് വിട പറയാനെടുത്തിരിക്കുന്നു. ഉസ്മാൻ തങ്ങളെ, എനിക്കെന്തിനാണ് പൈസ, എനിക്കെന്തിനാണ് പൈസ? പക്ഷേ കാങ്കോളിലെ മുസ്ലിമേ, നിനക്കത് പറയാൻ പറ്റുമോ? അല്ലാഹു പറഞ്ഞു, അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ. നിങ്ങളുടെ പെരുമ നടിക്കല്, നിങ്ങളുടെ പെരുമ പറയല്, നിങ്ങൾക്ക് അവിടെ സ്ഥാപനമുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ബംഗ്ലാവ് ഉണ്ടെന്ന് പറയല് നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ്. ഏത് വരെ നിങ്ങൾ പറയൂ, നിങ്ങളുടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ പറയുമെന്നാ ഇവിടെ ഇബ്നു മസ്ഊദ് ഉസ്മാൻ എന്ന ഖലീഫയോട് ചോദിക്കുകയാ, എനിക്കെന്തിനാ കാശ്, എനിക്കെന്തിനാ പൈസ, എനിക്കെന്തിനാ? കാരണം ഞാൻ മരിക്കാൻ പോവുകയല്ലേ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കത് ഉപകാരപ്പെടില്ലെന്നിരിക്കാം, പക്ഷെ നിങ്ങളുടെ പെൺമക്കൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ പെൺമക്കൾക്ക് ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ പൈസ കുറച്ച് നിങ്ങൾ പിടിച്ചോളി. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ, എനിക്കെന്റെ പെൺമക്കളുടെ വിഷയത്തിൽ വേവലാതിയില്ല, എനിക്കെന്റെ പെൺമക്കളുടെ വിഷയത്തിൽ ആവലാതിയില്ല, എനിക്കെന്റെ പെൺമക്കളുടെ വിഷയത്തിൽ ഒരു ഭയം തെല്ലുമില്ല, എനിക്കെന്റെ പെൺമക്കളുടെ വിഷയത്തിൽ യാതൊരു പ്രയാസവും ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ, പണമുണ്ടാക്കാൻ എന്റെ പെൺമക്കൾക്കറിയാം. അത് നെയ്യപ്പവും ഉണ്ണിയപ്പവും വെള്ളപ്പവും ചുട്ടിട്ടല്ല, മറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, എന്റെ പെൺമക്കൾ ഇന്ന പെൺമക്കളാണ്, അവർ ഇന്ന രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവരാ, ഇന്ന രീതിയിൽ അവർക്ക് പൈസ വരും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തരുന്ന പൈസ എനിക്ക് വേണ്ട. അതെങ്ങനെ പൈസ ഒപ്പിക്കുക? അത് ഇൻഷാ അല്ലാഹ്